വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. മറ്റൊരു കാര്യം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലായി ഈ ഉത്തരവ് ബാധകമായിട്ടുള്ള സ്കൂളുകളുടെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. 1ാം ക്ലാസ് പ്രവേശനത്തിന് ഇവിടെ എൻട്രൻസ് പരീക്ഷയും ഇൻ്റർവ്യൂ നടത്തുന്നത് സംബന്ധിച്ചിടത്തോളമുള്ള പരാതി ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, രക്ഷാകർത്താക്കളെ ഇൻ്റർവ്യൂ നടത്തുകയാണ്. ഇത് ഒരു തരത്തിലുള്ള ബാലപീഡനമാണ്. 1 മുതൽ 8 വരെയുള്ള 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെ സൗജന്യവും സാർവത്രികമായ വിദ്യാഭ്യാസം നിയമപരമായി തന്നെ അംഗീകരിച്ച നാടാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. വൻ ഫീസും പല പേരിലുള്ള ഫീസും അധ്യാപകരുടെ ജന്മദിനം പോലുള്ള ദിവസങ്ങളിൽ ചില വിദ്യാലയങ്ങളിൽ കോംപ്ലിമെൻറ്റ്സ് നൽകുന്നതും ഇത് എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. SSLC പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 11ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ തുടങ്ങും. ചില സ്കൂളുകൾ പരീക്ഷ ഒരിക്കലും തുടങ്ങിയില്ല. നമ്മുടെ കേരളത്തിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, മറ്റ് പ്രൊഫഷണൽ കോളേജുകൾക്കെല്ലാം ഫീസ് അംഗീകരിച്ചിട്ടുണ്ടല്ലോ ഗവൺമെൻറ്. ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസ കച്ചവടവും ഈ ഗവൺമെൻറ് അനുവദിക്കാൻ വേണ്ടി പോകില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ നിർദ്ദേശങ്ങളും ഉത്തരവുകളും അനുസരിക്കാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നോട്ടീസ് നൽകി വിശദീകരണം ആവശ്യപ്പെടുന്നതാണ്. രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും പരാതികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേക സംവിധാനം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിൽ ഒരുക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. എന്നാണ് എന്താ അവിടെ ഈ ഗ്ലോബൽ സ്കൂളിൽ ഇൻ്റർനാഷണൽ സിലബസാണ്. അവർ NOCക്ക് വേണ്ടി സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഫൈനൽ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ഞാൻ പറഞ്ഞ രേഖകളുടെ അടിസ്ഥാനത്തിൽ ബാധകമാണ്. അല്ല, നമ്മളിപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടറുടെ എൻക്വയറിക്ക് പോയ അവസരത്തിൽ 2 ആഴ്ചക്കാലം സമയം കൊടുത്ത് നേരിട്ട് ഹാജരാക്കാൻ വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഹാജരാക്കിയില്ലെങ്കിൽ അനാവശ്യമായ നടപടി ചെയ്യും. ആവശ്യമായ നടപടി എന്താ എങ്ങനെ CBSE-കാരാണ് പറയേണ്ടത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം പറഞ്ഞാലും അത് ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു NOC സംസ്ഥാന ഗവൺമെൻറ് അത് വാങ്ങിയിരിക്കണം. അതങ്ങനെ നടത്താറില്ല. എന്താ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. നമ്മളിത് അറിഞ്ഞുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ഡയറക്ടർ സംഭവ സ്ഥലത്ത് തന്നെ പോവുകയാണ്. പോയിട്ട് വളരെ ഗൗരവമായിട്ട് തന്നെ ഈ റിപ്പോർട്ട് ഗവൺമെൻറ് കാണുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ വേണ്ടി വരുമല്ലോ. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ഇന്നിപ്പോൾ രാവിലെ സംസാരിച്ചു. ഈ വിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി നിയമാനുസരണം നമുക്ക് ഉള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകാം. കാര്യം നമുക്ക് ഇതിനെ ആവർത്തിക്കപ്പെടാൻ വേണ്ടി പാടില്ലല്ലോ. 26ാമത്തെ നിലയിൽ നിന്നാണ് ഒരു മോൻ ചാടി മരിച്ചിരിക്കുന്നത്. അല്ല, ഞാനത് മെൻഷൻ ചെയ്തതാണ്. അതൊന്നും ആലോചിച്ചിട്ടില്ല. ഞാനത് മെൻഷൻ ചെയ്ത് അങ്ങനെയുള്ള സംസ്ഥാനമാണല്ലോ നമ്മുടെ സംസ്ഥാനം.
അത് ഞാനിപ്പോൾ പറയുന്നില്ല. എഞ്ചിനീയറിങ്ങിനും മെഡിക്കൽ കോളേജിനും മറ്റ് പാരാമെഡിസിൻ കോഴ്സുകൾക്കും ഒക്കെ തന്നെ ഗവൺമെൻറ് ഒരു ഫീസ് ഏകീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഫീസ് ഏകീകരിച്ചിട്ടില്ല. കുറച്ച് പറയാം, അതൊക്കെ നിയമനിബന്ധനമാണ് നടത്തുന്നത്. അല്ല, അതിൻ്റെ എല്ലാ സാധ്യതകളും നമുക്ക് നോക്കണം. ഞാൻ അതിനൊരു കാര്യം ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഒന്നാം ക്ലാസ്സിലെ അഡ്മിഷൻ തിരികെ ഒരു സ്കൂളിലും ആരംഭിച്ചിട്ടില്ല. നമ്മുടെ എയ്ഡഡ് സ്കൂളുകളിലോ ഗവൺമെൻറ് സ്കൂളുകളിലോ ആരംഭിച്ചിട്ടില്ല. എൻട്രൻസ് പരീക്ഷ. അല്ല, പിന്നെ ബാലാവകാശ നിയമത്തിൽ തന്നെ പറയുന്നല്ലോ അങ്ങനെ കുട്ടികളെ പീഡിപ്പിക്കുവാൻ പാടില്ല എന്നുള്ളത്. അല്ല, നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഒരുതരം കുട്ടികളുടെ ഒരു ഒന്നാം ക്ലാസ്സിൽ പിന്നെ ചേരുന്ന കുട്ടി 5 വയസ്സ്. മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഗ്ലോബൽ സ്കൂളിൽ മിഹിർ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഗൗരവകരമായാണ് വിദ്യാഭ്യാസ വകുപ്പ് പരിഗണിക്കുന്നത്. ക്ലാസ് ടീച്ചർ മൊഴി നൽകിയിട്ടുണ്ട്. മരിക്കുന്നതിന് മുൻപ് ക്രൂരമായ റാഗിംഗ് നടന്നതായി മാതാവിൻ്റെയും പരാതിയുണ്ട്. അതുകൊണ്ട് തന്നെ വകുപ്പ് ഈ വിഷയം വളരെ ഗൗരവമായി കണക്കാക്കുകയും അതിൽ വേണ്ട തരത്തിലുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു.